ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ടൈം മാനേജ് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരുന്ന സമയത്താണ് എന്റെ ചേച്ചി ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ അവസ്ഥ ചേച്ചിക്ക് അറിയാവുന്നതുകൊണ്ട് എന്റെ ചേച്ചിയാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്, ആശ രഞ്ജിത്ത്. എന്റെ ചേഞ്ചസ് കണ്ട് ചേച്ചിയും ജോയിൻ ചെയ്തു. ഇപ്പൊ ഞാൻ 30 kg കുറച്ചു. വെയിറ്റ് ലോസിനാണ് വന്നത്. നല്ല ഡ്രസ്സുകൾ ഇടുക, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുക, ഇതായിരുന്നു എന്റെ മെയിൻ ഇന്റൻഷൻ. ആ സമയത്ത് പലരും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. മീൻസ് കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി ദൂരം നടക്കാൻ പറ്റില്ലായിരുന്നു, ഓവർ വെയിറ്റ് കാരണം. മുട്ടുവേദന കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. എല്ലാ മാസം ഇറഗുലർ തന്നെയായിരുന്നു. ഇതെല്ലാം എന്റെ സോർട്ടായി. പിന്നെ മെയിൻലി വിങ്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇടുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് അത് ഭയങ്കരമാണ്. എന്റെ പഴയ ജോലിയില് ഈ ഒരു ചേഞ്ച് ഒരു 6 months കഴിയുമ്പോഴാണ് ഞാൻ ഒരു ക്ലൈന്റ് മീറ്റിങ്ങിന് പോകുന്നത്. അവിടെ അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണോ ഭയങ്കര ഒരു നമുക്ക് ആത്മവിശ്വാസം എന്ന് മലയാളത്തിൽ പറയുന്നതിനാണ് കുറച്ചൊരു ഇത് വരിക. പിന്നെ എവിടെയും നമുക്ക് സെൽഫ് പ്രസന്റ് ചെയ്യാൻ ഭയങ്കര പറ്റും. ഒരു നമ്മള് പണ്ട് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു, എന്ത് ഡ്രസ് ഇട്ടാലും ഓക്കെ ആണോ, മറ്റുള്ളവർ എങ്ങനെ നമ്മളെ കാണും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ആരും ബോധർ ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ. ശരിയായിരുന്നു. ഇത്രയും നാള് ഫാമിലി ഫോട്ടോയിൽ എന്റെ പാർട്ടി ഇച്ചിരി ബിഗ് ആയിരുന്നു. ഫാമിലി ഫോട്ടോയിൽ പാർട്ടി ബിഗ് ആയിരുന്നു. ഇപ്പൊ ബാലൻസ്ഡ് ആയി. 30 കിലോ കുറഞ്ഞപ്പോഴുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ സുന്ദരിയായി. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ സുന്ദരിയായി. ഫസ്റ്റ് സുന്ദരിയാവുന്നതിലുപരി എനിക്ക് എന്നെ തന്നെ പ്രസന്റ് ചെയ്യാൻ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു, ഫേസിൽ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല വൃത്തിക്ക് ക്ലീൻ ആയിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പൊ എന്തിട്ടാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഭയങ്കര സുന്ദരിയാന്ന് നമുക്ക് തന്നെ തോന്നും. ഇപ്പൊ ആരോടും ചോദിക്കാറില്ല കൊള്ളാവോന്ന്.